ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ ആണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ലെറ്റ്സ് പ്ലേൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലെറ്റ്സ് പ്ലേ ആയിട്ട് ഇന്നും പിന്നെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം ആ സ്ഥലം കണ്ടില്ലേ, അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അവിടെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈനിങ് ഏരിയ. അപ്പം അതിന് മുമ്പ് എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിട്ടിരുന്നു, അതായത് ഇതുണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മളിതിലൊരു പേര് എഴുതി വെക്കണം. അപ്പോൾ അതിനൊരു പേര് ഞാൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് പേര്? ഈ സ്പൂസ് കൊണ്ട് തന്നെ എഴുതണം. സ്പൂസ് കൊണ്ട് എഴുതണ്ട, ഓക്കെ, അത് ഇത്തിരി സേഫ് അല്ല. നമുക്കിത് എന്താ ഓക്കൊണ്ട് തന്നെ എഴുതാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളുടെ പേരാണ് എഴുതാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം മുകളിൽ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ MC ഫാമിലി പറഞ്ഞിട്ടുള്ളതാണ്. MC ഫാമിലി എന്ന് കേട്ട് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ഫാമിലി ഒന്നും അല്ല, പിന്നെ മൈൻക്രാഫ്റ്റ് ഫാമിലി ആരെങ്കിലും പേരിടല്ലേ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, MC ഫാമിലി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, MC A few moments later. MC ഫാമിലി എഴുതിയിട്ടുണ്ട്. അത് റെഡി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആളുടെ പേര് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അടുത്ത ആളുടെ പേര് എഴുതാം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അടുത്ത ആളുടെ പേര് എഴുതാം. ഫസ്റ്റ് ആദ്യം ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ, എന്നിട്ട് മതി മറ്റു കാര്യങ്ങൾ. Run. അത് പറഞ്ഞപ്പോഴേ നമ്മൾ ഈ ഇന്റീരിയറിനെ വർക്ക് ചെയ്യണം കേട്ടോ. നമുക്കത് ഈ കുന്ത്രണ്ടൊന്നും പോലെ ഇത്രയും ഒരു വലിയ വീട്ടിൽ, അതായത് ഇത്രയൊന്നും പോരാന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇപ്പം ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇതും ഒക്കെ. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വലിയ കാര്യമായിട്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ലൈറ്റ് വെച്ചും അതന്നെ ഉള്ളൂ ഇല്ല. അപ്പോൾ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഈ അടുത്തതിൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് ക്രീപ്പർ ഇനി അത് ഫുള്ള് വൃത്തിയാക്കണം. Run. ഓക്കെ, ഇപ്പം അത് കാരണം അവിടുത്തെ കുറച്ച് ഡെർട്ട് കഴിഞ്ഞു. ഇവിടുത്തെ ഡെർട്ടൊക്കെ വെറുതെ ഞാൻ എടുത്തു, അത് കാരണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയൻ്റെ ഉണ്ടാക്കണതിൻ്റെ പണി കിടക്കണം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു പിടിയില്ല. കാരണം ഞാൻ മൈനിങ് ഏരിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, എനിക്ക് ആകെ ഇപ്പം തന്നെ എനിക്ക് അല്ലാതെ ഒരു ബിൽഡിങ് എന്ന് പറഞ്ഞ സാധനമേ അറിയില്ല. അതായത് ഇത് തന്നെ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനമാണ്. നമ്മുടെ ക്രേസി ലെറ്റ്സ് പ്ലേയിൽ ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെ തന്നെ കുറച്ച് ബിഗ് വേർഷനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ ഒന്നുമില്ല. പിന്നെ കുറേ ലീഫൊക്കെ വെച്ച് കുറച്ച് ഭംഗിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ നെതർ പോർട്ടിലുണ്ട് അത്ര രസമൊന്നുമില്ല, എനിക്കിഷ്ടമായില്ല. അപ്പോൾ എനിക്ക് അത്ര ഡിസൈനിങ് നെതർ പോർട്ടിലാകെ ഈ വീട് തന്നെ ഇത്ര ആയത് തന്നെ കുറച്ചാണ്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ സ്റ്റൈലാണല്ലോ അതൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു പൊട്ടനും പറ്റും. അപ്പോൾ ഞാൻ അത്ര ബിൽഡറൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ മാറ്റി എന്തൊക്കെയാണ് ചെയ്യാനാണ്, ബട്ട് ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടി വരും, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഒന്നും എനിക്ക് അറിയില്ല. അപ്പം ഇതൊക്കെ ആദ്യം നോക്കി ചെയ്യുമ്പോഴേക്ക് കുറച്ച് സമയം വരും, കുറച്ച് സമയം പിടിക്കും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കില്ല, ഇവിടെ ബ്ലോക്കില്ല. ഇവിടെ നിന്ന് ഇത്രയും ബ്ലോക്ക് ഞാൻ തന്നെയാണ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ ആ ബ്ലോക്കിന് ഇവിടെ കൊണ്ടുപോയി വേറെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതേ ഒരു ഡിസൈനിൽ ബ്ലോക്ക് വെക്കണം. പിന്നെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, ഈ കോളും ഡെർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ പണിയുണ്ട്, എന്നാലും വലിയ പണിയൊന്നുമില്ല.
യെസ്. അപ്പം നമ്മൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മൾ ഡയമണ്ട് ആർമറും എൻചാൻറ്റഡും ഒക്കെ പെട്ടെന്നായി. എന്നിട്ട് എന്താണ് നമ്മൾ ഡ്രാഗൻ്റെ കാര്യം അതൊന്നും നോക്കാത്തതെന്ന്. അതെന്താ വെച്ചാൽ എൻ്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് എൻ്റെ ഒരു ലിമിറ്റ്. ഈ ഡയമണ്ട് ആർമർ വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു അതായത് എൻചാൻറ്റഡും കൂടി ആയാട്ടാ. ഇത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഡ്രാഗൻ്റെ പറ്റിയിട്ട് ഒരു ആലോചിക്കാറ് പോലുമില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു എപ്പിസോഡ് ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഒന്നുമില്ല, 11 എപ്പിസോഡായില്ലോ, ഇപ്പോൾ ഇത് 12ാമത്തെ. അപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ എന്തായാലും ഇപ്പം അടുത്തൊന്നും ഡ്രാഗൻ്റെ അടുത്ത് കാര്യത്തിനെ പറ്റി സംസാരിക്കണേ ഉണ്ടാവില്ല, ഇതൊഴിച്ചിട്ട് ഇപ്പം സംസാരിച്ചൊഴിച്ചിട്ട്. കാരണം എനിക്ക് ഡ്രാഗനെ പറ്റി ഞാൻ പറയില്ലേ, എനിക്ക് ഒരു താല്പര്യമില്ല ഡ്രാഗൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ അങ്ങനത്തെ ടൈപ്പല്ല. എനിക്ക് കുറേ ബിൽഡ് ഉണ്ടാക്കാനാണ് ആഗ്രഹം, ബട്ട് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ നല്ലോണം സമയം വൈകിക്കും, അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ എനിക്ക് ചില ആൾക്കാരൊക്കെ ചില യൂട്യൂബേഴ്സൊക്കെ കാണാം ഒരു വീഡിയോയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയണത്. അതായത് കുറേ ഗോളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വീട് ഉണ്ടാക്കുക, മറ്റേത് ഉണ്ടാക്കുക, അത് ഉണ്ടാക്കുക. കൂടുതൽ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സാണ്. ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ വീഡിയോ 20-30 മിനിറ്റ് ഉണ്ടാവും. അത് മാത്രമല്ല അതിലെന്ന് പറഞ്ഞാൽ ഇവർ വീടുണ്ടാക്കും, ഡയമണ്ട് ആർമർ ചിലപ്പോൾ ഫുള്ളാവും. അത് മാത്രമല്ല വാൾ ഓഫ് ലീഫ് എനിക്ക് ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കി വെച്ചത്. കാരണം എനിക്ക് മടിയാണ് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറിയ വീട് ഉണ്ടാക്കിയത്. മറ്റേ ക്രേസി ലെറ്റ്സ് പ്ലേയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് താമസിക്കാനുള്ള കുറച്ചൊന്നും വലുതാക്കാന്ന് വിചാരിച്ചിട്ടാണ് അതിലുണ്ടാക്കിയത്. പിന്നെ അത് നമ്മളുടെ XP ഫാം, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഒരു വീടും അതൊരു സ്റ്റാർട്ടർ ഹൗസ് അല്ലത്, എന്നാലും തുടങ്ങുമ്പോൾ ഒരു വീടുണ്ടാക്കുമല്ലോ, അത് അത് വിചാരിച്ചിട്ടാണ് ഒരു വീടും പിന്നെ XP ഫാമിക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. പിന്നെ വാൾ ഓഫ് ലീഫ് എനിക്ക് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള സാധനമാണ്. കാരണം ഇത് പേര് ചെയ്ത് വെക്കാനുള്ള പണി, അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അല്ലാതെ എനിക്ക് കാണാൻ രസമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വാൾ ഓഫ് ലീഫ് ഒഴിച്ചിട്ട് ഇതൊക്കെ ഇത് കാണാൻ രസമാണ്, ബട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കിയത്. എനിവേ നമ്മൾ വെറുതെ ഇങ്ങനെ സമയം പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് നമ്മളുടെ ഇത് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ബൈ ദ വേ ഗൈസ്, അപ്പോൾ നമുക്കിത് എടുത്തിട്ട് വരാനുള്ള സമയം ഉണ്ടാവില്ല, കാരണം എടുത്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും നല്ലോണം സമയമാകും. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, അതിന് പകരം ഞാൻ ഈ പണിയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് തീർക്കട്ടെ. അതായത് ഈ വൃത്തിയായിട്ട സാധനങ്ങൾ മാറ്റിയാൽ പിന്നെ ഇവിടുത്തെ ഒരു ഇത് ലെവലാക്കുക, ഒന്നും കൂടി പിന്നെ ഇവിടെ ബ്ലോക്ക് വെക്കി ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് എന്തായാലും നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ നിലം ഒന്ന് കോബിൾ സ്റ്റോണ്, മുകളിലും കുറച്ച് കോബിൾ സ്റ്റോണ്, ഇവിടെ ഒന്ന് ചെറുതായി വൃത്തിയാക്കി. ഇവിടെ അത്രയൊന്നും വൃത്തിയാക്കിയിട്ടില്ല, ചെറുതായിട്ട് ഇവിടെയും വൃത്തിയാക്കി. ഇവിടെ ഈ ആൻഡസായിട്ടൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഇത്രയൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒന്നൊരു മുകളിലേക്ക് തള്ളിക്കണ പോലെ, ഇവിടെ കുറച്ച് തള്ളിക്കണ പോലെ, കുറച്ച് മുകളിലും. അപ്പോൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു നടുക്കിൽ നമുക്കൊരു ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ചെയ്യാൻ. ഇനി എന്താ വെച്ചാൽ അവിടെ കുറച്ച് വുഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വുഡും പിന്നെ ഈ ഒരു ഡീപ് സ്ലേറ്റും കൊണ്ടിട്ട് നമുക്ക് വല്ലതും ചെയ്യണം. അത് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമുക്കിവിടെ കുഴിച്ചിട്ട് വല്ലതും ചെയ്യണോ അതോ അല്ലാതെ വല്ലതും ചെയ്യണോ? ഇപ്പം ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് ഉദാഹരണം ഇപ്പോൾ അത് ഇങ്ങനൊരു ടണല് ഇങ്ങനെയാണ് ഞാൻ കുഴിക്കണേ വിചാരിക്കുക. ഇത് നേരെ അങ്ങനെ പോയിട്ടാണ് കുഴിക്കണേ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കണതും. അപ്പോൾ ഇവിടെ 2 ടണലാണ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെയും ഇവിടെ ഒരു ചെറുത് ഒരു ഇത്ര വലുപ്പമുള്ള ഇവിടെ ഇങ്ങനെ അപ്പുറത്തും ഇങ്ങനെ 2 എണ്ണമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടിക്ക് കൊണ്ടുപോകണം ഇതിനെ. എന്നിട്ട് ഇത് ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ ആക്കും. ഇവിടെ ഈ സ്ഥലമൊക്കെ കോബിൾ സ്റ്റോൺ ആക്കിയിട്ട് ഇങ്ങനെ മാറ്റും. ഓക്കെ
ടോർച്ചൊക്കെ പോയിട്ടുണ്ടാവും. ടോർച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 2 ടണലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 ടണലും ഒരേതാവും കേസ്. കാരണം എനിക്ക് 2 ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഡീപ് സ്ലേറ്റ് ലെവൽ, ഒരെണ്ണം നമ്മുടെ ഈ കൊബിൾസ്റ്റോൺ ലെവലിലേക്കുള്ളതാണ്. അപ്പോൾ എന്താ ഒരു കാര്യം ചെയ്യാം, എന്താ ചെയ്യണ്ടേ ഗൈസ്? അപ്പോൾ ഞാൻ ഈ ടണലും കൂടി ഒന്ന് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ 1ാമത്തെ ടണലിൻ്റെ പണി കഴിഞ്ഞു. അതായത് ഇവിടെ വരെയുള്ള പണി കഴിഞ്ഞു. ഇനി അടിക്ക് നമ്മൾ മൈൻ ചെയ്യുകയാണെങ്കിൽ കുഴിച്ചു പോയാൽ മതി. ഇപ്പം എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കുഴിച്ചിട്ടില്ല ബാക്കി. അപ്പോൾ ഇതുവരെയാണ് നമ്മളുടെ മൈനിങ് ഏരിയ 1ാമത്തത്. ഇനി 2ാമത്തെ ടണൽ ഞാൻ ഇവിടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസ് ഉപയോഗിച്ചു. ഇതിപ്പോൾ മറ്റേ സ്റ്റോണിൻ്റെ സ്റ്റെയർ കേസിന് സ്റ്റോണൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ അതൊക്കെ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് ഇതും, കാരണം ഫുൾ ഇത് മാത്രമായിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വുഡും പിന്നെ ഈ ബോർഡറിനും കൂടെ വുഡ് ഉപയോഗിച്ചു. അപ്പോൾ ഇത്ര, പിന്നെ കൊബിൾസ്റ്റോൺ, വുഡ് ആൻഡ് ഇത് ഇത്ര ഉപയോഗിച്ചിട്ടുള്ള. ഇതിൻ്റെ ടോർച്ചൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇവിടെ ഒരു ബോർഡർ ഉണ്ടാക്കണം. ലൈക്ക് this. ഓക്കെ, സോറി, സൗണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സ്ഥലമായി. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് കുഴിച്ച് വയ്ക്കണം. ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയൊന്നും കുഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ഇത്ര കുഴിച്ച് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഡീപ് സ്ലേറ്റ് ലെവലിലേക്ക് പോകുന്നത്? ഇതിക്ക് അത്ര ആവശ്യം ഉണ്ടാവില്ല. ഈ കൂടുതലും ഈ കോളും അയണൊക്കെ ആവും വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡീപ് സ്ലേറ്റ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിത് ഒരു ഇങ്ങനെ അത് ഉണ്ടാക്കി വെച്ചാൽ മതി. ലൈക്ക് ഇവിടെ വരണം, ഇത് പൊട്ടിച്ചിട്ട് ഇതിവിടെ വരണം, ഇവിടെ ഈ ഒരു ഇത് പൊട്ടിച്ചിട്ട് വേണം ഇവിടെ വേണ്ട. A few moments later. ഓക്കെ, ഇങ്ങനെ ഇത് തന്നെ മതി ശരിക്കും. ഇത്ര ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇത്ര മതി. ഇത് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റേണ്ടത് എന്താണ്? ഇങ്ങനെ ഇവിടെ ഇതാണ് നമ്മളുടെ ഗ്രാസ് ബ്ലോക്കാണ്. അതായത് അതും കൂടിയും പൊട്ടിച്ചാൽ ഇപ്പോൾ ഞാൻ പുറത്തെത്തും. അതുകൊണ്ട് നമുക്കിത് കുറച്ചടിക്ക് കൊണ്ടുപോയിരിക്കാം. കാരണം ഇത് ഞാൻ ആ ഗ്രാസ് ബ്ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടിയിലെത്തും. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആൻഡ് ഫൈനലി കുറച്ച് ടോർച്ചസ് കൂടെ കുറച്ചൊരു സ്റ്റോൺ ബ്ലോക്ക് വെക്കണം. അതല്ല ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് ഇവിടെ ഇത് മാറ്റുക. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇവിടെ മാറ്റിയിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എണ്ണു 2 പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ പണി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് നമ്മളുടെ പ്രൊജക്റ്റ് ബോർഡിൽ പോയി എഴുതി വയ്ക്കാം കേസ്. അതും കൂടിയുള്ളൂ നമ്മളുടെ പണി. അത് നമ്മളുടെ സിമ്പിൾ പണിയാണ്. ഇതെടുക്കുക, മേക്ക് എ മൈനിങ് ഏരിയ, പൊട്ടിക്കുക ആൻഡ് മേക്ക് എ മൈനിങ് ഏരിയ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഇതിലെന്താണ് എഴുതി വെക്കേണ്ടത് നമുക്ക് ആലോചിച്ച് വെക്കാം. യെസ്, അടുത്തത് നമുക്കൊരു ഇത് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ മൈനിങ് ഏരിയ എഴുതി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജർ ട്രേഡിങ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ട്രേഡിങ് ഹാൾ. ഓക്കെ, നമുക്ക് അടുത്ത വില്ലേജർ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഈ എപ്പിസോഡിലൊന്നുമല്ല ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കുന്ന എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.